ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തിൽ മദ്രസയിലെ നബിദിനാഘോഷം, അതിന് ഈന്തുംപട്ടയുടെ കണയിൽ കെട്ടിയ കൊടിയുണ്ടാകും, കടലാസ് കൊണ്ടുണ്ടാക്കിയ കൊടി. പിന്നെ ഒരു സൈക്കിളിൻ്റെ മുകളിൽ മൈക്രോ സെറ്റൊക്കെ വെച്ചിട്ട് ഒരാളിങ്ങനെ ഇപ്പുറത്തും ഒരാളപ്പുറത്തും സ്പീക്കർ പിടിച്ചുകൊണ്ട് അങ്ങനെ പോകും. എന്നിട്ട് വരി വരിയായി ജാഥയായി പോകും. ചില സ്ഥലത്തുനിന്ന് പായസം കിട്ടും, ചില സ്ഥലത്തുനിന്ന് നാരങ്ങ വെള്ളം കിട്ടും, ചിലപ്പോൾ മിഠായി കിട്ടും. അങ്ങനെ കുറേ നടന്നു കറങ്ങി മദ്രസയിൽ വരും. പിന്നെ കുട്ടികളുടെ പാട്ടും പ്രസംഗവും കഥ പറയലും മറ്റുമൊക്കെയായിട്ട് നല്ല മൗലിദും മോദി നെയ്ച്ചോറും പോത്തിറച്ചിയും കിട്ടും. ഒരു വട്ടത്തളികയിൽ ചുറ്റും എല്ലാവരും ഇരുന്ന് ചൂടുള്ള ചോറും കറിയും അതിലേക്കിടും. ഒരു വാഴയുടെ കണ കൊണ്ട് അതൊന്ന് ഇളക്കി റെഡിയാക്കി എല്ലാവരും കൂടെ തിന്നും. പിന്നെ മദ്രസയിൽ നിന്ന് സമ്മാനവും കിട്ടും. നിങ്ങൾക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ടോ? ഉണ്ടോ? എന്ത് സമ്മാനം കിട്ടിയത്? ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ? സ്കൂളിൽ നിന്നൊക്കെ പ്രൈസ് എന്താ കിട്ടിയത്? ട്രോഫി, മെമൻറ്റോ, മെഡൽ, ഇതൊന്നും സർട്ടിഫിക്കറ്റ് എല്ലാം അലമാറയിൽ കൊണ്ടുപോയി വയ്ക്കുന്നതാ. ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് സോപ്പ് പെട്ടി, വെള്ളം കുടിക്കുന്ന ഗ്ലാസ്, എഴുതുന്ന പേന, പെൻസില്, നോട്ട് ബുക്ക്, ഇതൊക്കെയായിരുന്നു. അതൊക്കെ മനുഷ്യന് ഉപകാരമുള്ളതായിരുന്നു. ഇന്നിപ്പോൾ കിട്ടുന്നതൊക്കെ മെഡലും മെമൻറ്റോയും അലമാറയിൽ ഇങ്ങനെ വയ്ക്കാം. അലമാറ നിറഞ്ഞാൽ പിന്നെ വേറെയും അലമാറ വാങ്ങാം, അല്ലേ? എന്തിനാണ് നമ്മൾ നബിയെ സ്നേഹിക്കുന്നത്? നബിയെ സ്നേഹിക്കുന്നത് നിർബന്ധമാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. വാപ്പയെക്കാളും ഉമ്മയെക്കാളും മക്കളെക്കാളും സ്വന്തം ശരീരത്തെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചാലേ നമ്മളൊരു യഥാർത്ഥ മുഅ്മിനാവുകയുള്ളൂ. നബിയോടുള്ള സ്നേഹത്തിന് ഒരുപാട് അടയാളങ്ങളുണ്ട്. നമ്മൾ ആരെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അടയാളം? നമുക്കവരെ കാണാൻ ഇഷ്ടമുണ്ടാകും, ഇല്ലേ? അപ്പോൾ നബിതങ്ങളെ കാണാൻ നമുക്ക് ആഗ്രഹമുണ്ടാകണം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നബിതങ്ങളെ കാണാൻ ആഗ്രഹമുള്ളവർ കൈബുക്ക്. വെരി ഗുഡ് ബോയ്സ്, ഡൗൺ. അപ്പോൾ എല്ലാവരും സ്വലാത്ത് ചൊല്ലണം. ഇവിടെ നോക്ക്, നബിതങ്ങളെ കാണണമെങ്കിൽ സ്വലാത്ത് ധാരാളമായി ചൊല്ലണം. നിസ്കരിക്കണം, നോമ്പനുഷ്ഠിക്കണം, കളവ് പറയരുത്, ചീത്തയായ പ്രവർത്തനം ചെയ്യരുത്, സ്വലാത്ത് ധാരാളമായി വർദ്ധിപ്പിക്കുകയും വേണം. ഈ റബീഉൽ അവ്വലിന് നമുക്കൊരുപാട് സ്വലാത്ത് ചൊല്ലണം. ചൊല്ലുമോ? എത്ര സ്വലാത്ത് ചൊല്ലും? 200. എത്ര ചൊല്ലും? എത്ര ചൊല്ലും ഹക്കീം? 700, 1000. ഒരുപാട് ചൊല്ലാം. ഓരോ ദിവസവും ഇങ്ങനെ ചൊല്ലിയാൽ ഒരുപാട് ചൊല്ലാൻ പറ്റും. കോടിക്കണക്കിന് സ്വലാത്തുകളാണല്ലോ സാധാരണ കുട്ടികൾ ചൊല്ലാറുള്ളത്. വരൂ. ഇവരെവിടെ ഉള്ളതാ? ത്വയ്ബ ഗാർഡനിൽ താമസിക്കുന്നവരാണല്ലേ? ഇരിക്കും ഇൻഷാ അല്ലാഹ്. 1500-ാം ജന്മദിനമാണ് മുത്തുനബിയുടെ. എത്രാമത്തെ? നിനക്ക് എത്ര വയസ്സായി? ഹൗ ഓൾഡ് യു ആർ? 10th birthday. Your 11th birthday. Your how many 7th birthday. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500-ാം ജന്മദിനം. 1500. അതാണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. No, yes. No, he born before 1500 years and went to rest in 63 years. Okay?
but he is live in barzakh. He looks to us, he witnesses us. He witness what we do. وَعَلَمُوا أَنَّ فِيكُمْ رَسُولَ اللَّهِ. Rasulullah is alive in you because we are following him, we believe in him, we love him, we imitate him, we try to follow him in his actions, in his words and deeds. That is why he is living always. And even after 15 centuries, his deen, his sunnat, his life is studied and followed by the world. Okay? So we love him. All of you love him? Yes. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്കും നന്നായി നബിദിനം ആഘോഷിക്കാം. എല്ലാവരുടെ വീട്ടിലും മൗലിദ് ഓതണം. सबके घर में मिलाद पढ़ना चाहिए. हर दिन पढ़ना चाहिए. रबीउल अव्वल पहले दिन से 12 दिन हर दिन मौलिद पढ़ना, फिर सबको बुला के मौलिद मनाना, और यहाँ सबसे बड़े मौलिद हो जाएगा उसमें भी शिरकत करना. तमाम.